AICCയുടെ പേരിൽ വ്യാജ സ്ഥാനാർത്ഥി പട്ടിക സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുൻപാകെ എത്തിയ സാധ്യതാ പട്ടിക എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളുടെ വ്യാജ പട്ടിക പ്രചരിപ്പിക്കൂ. പട്ടിക വ്യാജമെന്ന് KPCCയുടെ പ്രതികരണം കൂടി വരികയാണ്. അമൽ തേരമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, AICCയുടെ സ്ക്രീനിങ് അതുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളൊക്കെ പുരോഗമിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പട്ടിക വരുന്നത്. ഈ പട്ടികയിൽ ആരുടെയൊക്കെ തന്നെ പേരുൾപ്പെടുത്തി ഏതൊക്കെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇങ്ങനെ ഒരു വ്യാജ നിർമ്മിതി വരുന്നത്? ഇതിനെ എങ്ങനെയാണ് KPCC വിശദീകരിക്കുന്നത്? അതായത് ഈ പട്ടിക ഇത്തരത്തിലൊരു പട്ടിക തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. ആ പട്ടിക തയ്യാറാക്കിയെന്ന് പറയുമ്പോൾ വിവിധ സർവേകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആ പട്ടിക തയ്യാറാക്കിയത്. ആ പട്ടികയിൽ ചുരുക്കപ്പേരുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ MP മാർ ശുപാർശ ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ അവിടുത്തെ ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ അഭിപ്രായം തേടുക, മണ്ഡലം പ്രസിഡന്റുമാരുടെ അഭിപ്രായം തേടുക, അങ്ങനെ ഒരു പട്ടിക എല്ലായിടങ്ങളിലും ഉണ്ട്. ആ പട്ടിക വെച്ചിട്ടാണ്, ആ പട്ടികയുടെ ഏറ്റവും മുകളിൽ AICCയുടെ ലെറ്റർ പാഡിൻ്റെ സ്വഭാവമൊന്നുമില്ല. അതിൻ്റെ ഏറ്റവും മുകളിൽ AICC ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ അസംബ്ലി ഇലക്ഷൻ 2026 കേരള എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ AICC ഇത് കേരളത്തിലെ ചർച്ച ചെയ്യാനായി കൊടുത്ത പട്ടിക എന്നുള്ള തലത്തിലാണ് ഇതിപ്പോൾ തന്നിരിക്കുന്നത്. നമ്മൾ ഒരു കാര്യം, ഈ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളുണ്ട്, എൻ്റെ പേര് ഒന്ന് സൂചിപ്പിക്കണേ എന്ന് പറഞ്ഞ് പലരെയും വിളിക്കുന്ന സ്ഥാനാർത്ഥികളുണ്ട്. പലരുമൊക്കെ എങ്ങനെയെങ്കിലും ഈ പട്ടികയിലെങ്കിലും ഇടം നേടാൻ വേണ്ടി ചരട് വലിക്കുന്ന തെരഞ്ഞെടുപ്പ്, അത് ഏറ്റവും കൂടുതൽ കോൺഗ്രസിലാണല്ലോ ഇത് കാണുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾ നടത്തിയ എന്തെങ്കിലും ആസൂത്രിത നീക്കമാണോ? എന്താണ് ഇങ്ങനെ ഒരു പട്ടിക ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുമ്പോൾ അത് കോൺഗ്രസ് പാർട്ടി എങ്ങനെയാണ് അതിനെ ചിന്തിക്കുന്നത്? ഏതെങ്കിലും നേതാക്കളുടെ ഏതെങ്കിലും അറിവോടുകൂടിയാണോ? അതായത് ഈ പട്ടിക പരിശോധിക്കുമ്പോൾ സാധ്യതയുള്ള ആളുകളൊക്കെ തന്നെയാണ് അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഒട്ടും സാധ്യതയില്ലാത്ത ആളുകളും ആ പട്ടികയിൽ പല സ്ഥലങ്ങളിലുമൊക്കെ കടന്നുകൂടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പട്ടിക എവിടുന്ന് വന്നു എന്ന് KPCCക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഇതിപ്പോൾ ഏതെങ്കിലും കോൺഗ്രസ്സുകാർ തന്നെ ഉണ്ടാക്കിയാണ്, താല്പര്യക്കാരുണ്ടാക്കിയതാണോ, അതിനിപ്പോൾ ശത്രുക്കൾ ഉണ്ടാക്കിയതാണോ എന്നുള്ളതൊന്നും KPCCക്ക് പിടി കിട്ടുന്നില്ല. എന്തായാലും ഒരു പട്ടിക AICCയുടെ ഫ്രണ്ടിലുണ്ട്, പക്ഷെ ഇതിലൊരു സീലില്ല, ആരെയും ഒപ്പില്ല. അത് ഞാനീ പറയാൻ അമല, ഇപ്പൊ ഞാൻ റിപ്പോർട്ടിംഗ് മേഖലയിലല്ല, എന്നിട്ട് കൂടി എന്നെ വരെ ആളുകൾ വിളിച്ചിട്ട്, ചില നേതാക്കൾ വിളിച്ചിട്ട് പറഞ്ഞു ഈ ചർച്ചകളിലൊക്കെ വരുമ്പോൾ നമ്മളെ പേരും കൂടി ഒന്ന് പറയണം, എനിക്കൊന്ന്. അപ്പോൾ അമലൊക്കെ നേരിടുന്ന ബുദ്ധിമുട്ടുകളില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ പട്ടിക വരുമ്പോൾ ഇതൊക്കെ വ്യാജ നിർമ്മിതികളാണെങ്കിലും ഈ വരുന്ന പട്ടികയിൽ പലരും ആളുകൾ എന്താണ് ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ഈ പട്ടികയിൽ വന്നിരിക്കുന്ന പേരുകൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു മണ്ഡലം എടുത്ത് പരിശോധിച്ചാൽ, ഇതിപ്പോൾ തിരുവനന്തപുരത്തെ ഒരു കാര്യം മാത്രം നമുക്കൊന്ന് പറഞ്ഞു പോയാൽ, തിരുവനന്തപുരം മണ്ഡലമാണ്. അതൊക്കെ അരുവിക്കര പോട്ടെ, നിയമം നോക്കാം. നിയമത്ത് ഡോക്ടർ ശശി തരൂരിൻ്റെ പേര്, K മുരളീധരൻ്റെ പേര്, ശിവകുമാറിൻ്റെ പേര്, GV ഹരിയുടെ, നിയമ ഷജീറിൻ്റെയും പേര്. അപ്പോൾ ഇതെല്ലാം സാധ്യതയുള്ള പേരുകൾ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കും, സംശയിച്ച കുറ്റം പറയാൻ പറ്റില്ല. ഇല്ല, കാരണം ഇതൊക്കെ പരിഗണിക്കപ്പെടുന്ന പേരുകൾ തന്നെയാണ്. പക്ഷേ ചിലയിടങ്ങളിലൊക്കെ ഒരു വിധത്തിലും പരിഗണിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത ആളുകളുടെ പേര് കൂടി വന്നിട്ടുണ്ട്. അതിനാൽ തന്നെ താല്പര്യക്കാരെങ്കിലും ഇത് തയ്യാറാക്കിയ ഒരു പട്ടിക എന്നുള്ളതിലേക്കാണ് KPCC ഇതിനെ കാണുന്നത്. അന്വേഷണം എന്തായാലും നടക്കുന്നുണ്ട് കണക്കിന്. കാരണം ഇത് എവിടുന്ന് വന്നു എന്ന്, ഇത് ആദ്യം വന്ന് എവിടുന്നാണെന്ന് ആർക്കും പിടിയിടുന്നില്ല. ഫേസ്ബുക്കിലൊക്കെ സജീവമായിട്ടുണ്ട്. പക്ഷേ എന്തായാലും പേര് വന്ന നേതാക്കന്മാരെല്ലാം ഹാപ്പിയാണ്, പേര് വരാത്തവർക്കെല്ലാം കടുത്ത അതൃപ്തിയുണ്ട്. അപ്പോൾ കോൺഗ്രസ് ആയതുകൊണ്ട് ഇതിൽ അത്ഭുതമൊന്നും കാണുന്നില്ല. AICCയുടെ പേരിൽ വ്യാജ സ്ഥാനാർത്ഥി പട്ടിക, അങ്ങനെ സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുൻപാകെ എത്തിയ സാധ്യതാ പട്ടിക എന്ന പേരിലാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ ഇത്തരം വ്യാജ പട്ടിക, വ്യാജ പേരുകളൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്നത്. അതേസമയം ഈ സാധ്യത ഉള്ള ആളുകളുടെ കൂടി പേരുകൾ വന്നതുകൊണ്ട് അവരെല്ലാവരും ഹാപ്പിയാണ്.